ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മലു ബെസ്റ്റ് മാഫിയ. അപ്പം നമ്മൾ നിൽക്കുന്നത് വേറെ ഒന്നുമല്ല, ഈ ഫുട്ബോളിൽ അടിപൊളി ബാക്ക് ഇറങ്ങിയിട്ട് അപ്പം അതിൻ്റെ ഒരു സ്പെക്ടേറ്റ്, അതിൻ്റെ റിവ്യൂ വരാനാണ്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ വന്നാണ്, സോറി ഫസ്റ്റ് ആ പാക്കിൻ്റെ പേര് പറയട്ടെ, എപ്പിക് ഇറ്റാലിയൻ ലീഗ് ഗാർഡിയൻസ് എന്ന് പറയുന്ന ഒരു ബാക്കാണ്. ഇറ്റാലിയൻ ലീഗ് ഗാർഡിയൻസ് എന്നാണ് ഈ ബാക്കിൻ്റെ പേര്. ഇതിൽ വരുന്ന കാർഡ്സ് എപ്പിക്കാണ്. ആൻഡ് അതിൻ്റെ കൂടെ വന്നൊരു ബാക്കാണ് ബിഗ് ടൈം ആൻഡ് ഷോർട്ട് ടൈം കാർഡ്സ് വരുന്ന ഇറ്റാലിയൻ ലീഗ് സീസൺ ബെസ്റ്റ് എന്ന് പറയുന്ന പാക്ക്. ഈ ഒരു ബാക്ക് നമുക്ക് പിന്നെ നോക്കാം. നമുക്ക് ഇന്ന് എന്നാൽ ഈ ഒരു ഇറ്റാലിയൻ ലീഗ് ഗാർഡിയൻസ് എന്ന് പറയുന്ന ഒരു പാക്ക് നോക്കാം. എന്നാലും നമുക്ക് ഈ പാക്കിൽ വരുന്ന പ്ലേയേഴ്സ്, അവൈലബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൗലോ മാൾഡീനി, ലിലിയൻ തുറാം ആൻഡ് ക്ലറൻസ് സീഫോർഡ് വെച്ചാൽ പോലെ. ഫോർട്ട്ലെസ് മാൾഡീനിന്റെ സ്കില്ല്, തുറാമിന്റെ സ്കില്ലും ഫോർട്ട്ലെസ് ആണ്. ആൻഡ് സീഫോർഡിന്റെ സ്കില്ല് എന്ന് വെച്ചാൽ ഫിനോമിനൽ പാസ് ആണ്. നമുക്ക് എന്തായാലും അവരുടെ കാർഡ്സ് നമുക്ക് സ്പെക്ടേറ്റ് ചെയ്യാം. ഫസ്റ്റ് ലിയൻ തുറാമിന്റെ കാർഡിലേക്ക് പോകുമ്പോൾ ഏജ് 20 മച്ചന്മാരെ. ആൻഡ് പ്ലേയിങ് സ്റ്റൈൽ ഡിഫൻസീവ് ഫുൾ ബാക്ക് ആണ്. ഓൾ പ്ലേയിങ് സ്റ്റൈൽ ഏർലി ക്രോസിംഗ്. അപ്പം ഒരു ഡിഫൻസീവ് ഫുൾ ബാക്കിൽ പറ്റിയ പൊസിഷൻ തന്നെയാണ് ഒരു ഡിഫൻസീവ് ഫുൾ ബാക്കിൽ പറ്റിയ പൊസിഷൻ തന്നെയാണ്, പൊസിഷൻ അല്ല പ്ലേയിങ് സ്റ്റൈൽ തന്നെയാണ് ഏർലി ക്രോസിംഗ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഇപ്പോൾ ലെഫ്റ്റ് ബാക്ക് ആക്കിയാലും റൈറ്റ് ബാക്ക് ആക്കിയാലും ഈ ഒരു പ്ലേയിങ് സ്റ്റൈൽ അടിപൊളിയായിരിക്കും. ആൻഡ് എബിലിറ്റി കാര്യത്തിലേക്ക് വരുമ്പോൾ ഓവറോൾ റേറ്റിംഗ് 87, ആൻഡ് ടാക്ലിംഗ് 82, അഗ്രഷൻ 80, ഡിഫൻസീവ് എൻഗേജ്മെന്റ് 80, ആൻഡ് സ്പീഡ് 82, ആക്സറേഷൻ 81, ജമ്പിങ് 84, സ്റ്റാമിന 84. മച്ചന്മാരെ, ഒരു ഡിഫൻസീവ് പ്ലെയർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കാർഡ് അവർ ഇറക്കിയിട്ടുള്ളത്. എന്തായാലും ഒരു ഡിഫൻസീവ് പാക്കാണ്. അപ്പം ഇതൊരു ഡിഫൻസീവ് കാർഡിനായിട്ടാണ് അവർ ഇറക്കിയിട്ടുള്ളത്. ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് വരുമ്പോൾ വീക്ക് ഫുഡ് യൂസേജ് റയർലി ആൻഡ് വീക്ക് ഫുഡ് ആക്യുറസി ഹൈ. ഗൈസ്, ഇതിലെന്താ കാര്യം? ഒരു കാര്യമില്ല മച്ചാമാരെ. വീക്ക് ഫുഡ് യൂസേജ് റയർലി, വല്ലപ്പോഴും ഉപയോഗിക്കും. വീക്ക് ഫുഡ് ആക്യുറസി ഹൈ, അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അത് കുറച്ചും കൂടി ഒന്നാക്കാമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ആൻഡ് ഫോം അൺവേവറിങ്, ഇഞ്ചുറി റെസിസ്റ്റൻസ് ഹൈ. അവർ നമുക്ക് തരുന്ന ബൂസ്റ്റർ സ്റ്റീലിംഗ് ആണ്. ആൻഡ് പ്ലെയർ സ്കിൽസിലേക്ക് വരുമ്പോൾ ഹെഡിങ്, പിൻ പോയിന്റ് ക്രോസ്, മാൻ മാർക്കിംഗ്, ഇന്റർസെപ്ഷൻ, ബ്ലോക്കർ, സുപ്പീരിയോറിറ്റി, സ്ലൈഡിംഗ് ടാക്കിൾ, ഫോർട്ട്ലെസ്, അക്രോബാറ്റിക് ക്ലിയറൻസ് ആൻഡ് ഫൈറ്റിംഗ് സ്പിരിറ്റ്. ഒരു ഡിഫൻസീവ് പ്ലെയറിനായിട്ടാണ് ഈ ഒരു കാർഡ് കൊണ്ടുവന്നിരിക്കുന്നത്, വേറെ ഡൗട്ടൊന്നുമില്ല. മെയിൻ സ്കില്ല് എന്ന് പറയുമ്പോൾ ഫോർട്ട്ലെസ് ആണ്. ആൻഡ് എന്തായാലും നമുക്ക് അടുത്ത ഒരു കാർഡ് നോക്കാം. ക്ലറൻസ് സീഫോർഡിന്റെ നോക്കാം, ബോലോവാൾഡിന്റെ ലാസ്റ്റ് നോക്കാം. ക്ലറൻസ് സീഫോർഡിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഏജ് 31 ഉണ്ട് മച്ചന്മാരെ. ആൻഡ് സ്ട്രോങ്സ്റ്റ് ഫുഡ് റൈറ്റ്, അതൊക്കെ എല്ലാവർക്കും അറിയാം. ആൻഡ് പ്ലേയിങ് സ്റ്റൈൽ ബോക്സ് ടു ബോക്സ് ആൻഡ് ഓൾ പ്ലേയിങ് സ്റ്റൈൽ ലോങ് റേഞ്ചർ. ഒരു മിഡ്ഫീൽഡറിന് പറ്റിയൊരു ഇത് തന്നെയാണ്. ഒരു മിഡ്ഫീൽഡറിന് പറ്റിയൊരു പ്ലേയിങ് സ്റ്റൈൽ തന്നെയാണ് ബോക്സ് ടു ബോക്സ്. ആൻഡ് ഓൾസോ മിഡ്ഫീൽഡറിന് പറ്റിയ ഓൾ പ്ലേയിങ് സ്റ്റൈലാണ് ലോങ് റേഞ്ചർ. ആൻഡ് എബിലിറ്റി കാര്യത്തിലേക്ക് വരുമ്പോൾ ഓവറോൾ റേറ്റിംഗ് 87, നമ്മുടെ തുറാമിന്റെ കാര്യം മാതിരി. ആൻഡ് പക്ഷേ തുറാമിനേക്കാളും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. കാരണം മച്ചവരെ, ബോൾ കൺട്രോൾ 81, ഡ്രിബിളിംഗ് 81, ആൻഡ് ടൈറ്റ് പൊസിഷൻ 82, ലോ പാസ് 80. വാവ്. ആൻഡ് ഡിഫൻസീവ് അവയർനെസ് 78, ടാക്ലിംഗ് 75, അഗ്രഷൻ 75, ഡിഫൻസീവ് എൻഗേജ്മെന്റ് 80, സ്പീഡ് 88, ആൻഡ് സ്റ്റേമിന 81. ഒരു മിഡ്ഫീൽഡർ പ്ലസ് ഒരു ഡിഫൻഡർ, അത് രണ്ടുള്ള കോംബോ ആയിട്ടാണ് ഈ കാർഡ് കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് വരുമ്പോൾ വീക്ക് ഫുഡ് യൂസേജ് റെഗുലർലി ആൻഡ് വീക്ക് ഫുഡ് ആക്യുറസി ഹൈ, വെരി ഹൈ. അപ്പം ഇങ്ങനത്തെ വേണം കൊണ്ടുവരാൻ. അല്ലാതെ വീക്ക് ഫുഡ് യൂസേജ് റയർലി, വല്ലപ്പോഴും ഉപയോഗിക്കും. വീക്ക് ഫുഡ് ആക്യുറസി ഹൈ, വല്ല കാര്യമുണ്ടോ? ഇങ്ങനത്തെതാണ് വരേണ്ടത്. ആൻഡ് ഫോം അൺവേവറിങ് ആൻഡ് ഇഞ്ചുറി റെസിസ്റ്റൻസ് ഹൈ. അവർ നമുക്ക് തരുന്ന സ്കില്ല് ഡുവലിംഗ് ആണ്. ആൻഡ് ഡബിൾ ടച്ച്, മെർസറി ടേൺ, ലോങ് റേഞ്ച് ഷൂട്ടിംഗ്, വൺ ടച്ച് പാസ്, ത്രൂ പാസ്, ഫിനോമിനൽ പാസ്, മാൻ മാർക്കിംഗ്, ഇന്റർസെപ്ഷൻ, ബ്ലോക്കർ, ഫൈറ്റിംഗ് സ്പിരിറ്റ്. മെയിൻ സ്കില്ല് എന്ന് പറയുമ്പോൾ ഫിനോമിനൽ പാസ് ആണ്. ഇത്രയാണ് സ്കില്ല് എന്ന് പറയുന്നത്. ഇതൊരു മിഡ്ഫീൽഡർ പ്ലസ് ഡിഫൻഡർ ഒരു കോംബോ ആയിട്ട് വരുന്ന ഒരു കാർഡാണ്. ആൻഡ് നമ്മുടെ മെയിൻ പ്ലെയറിലേക്ക് നമുക്ക് പോവാം. പൗലോ മാൾഡീനി ഗായ്സ്, ഏജ് 24, സ്ട്രോങ്സ്റ്റ് ഫുഡ് റൈറ്റ് ഫുഡ് ആണ്. ആൻഡ് ഓൾ പ്ലേയിങ് സ്റ്റൈൽ ഡിഫൻസീവ് ഫുൾ ബാക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞാൽ സെന്റർ ബാക്ക് കളിപ്പിക്കാം, ലെഫ്റ്റ് ബിറ്റ് കളിപ്പിക്കാം. ഓക്കെ, അതല്ല കാര്യം. ലെഫ്റ്റ് ബിറ്റ് കളിപ്പിക്കാം, ലെഫ്റ്റ് ബാക്കും കളിപ്പിക്കാം. ആൻഡ് ഓൾ പ്ലേയിങ് സ്റ്റൈൽ എന്ന് വെച്ചാൽ ലോങ് ബോൾ എക്സ്പേർട്ട് ആണ്. എബിലിറ്റി എന്ന് പറഞ്ഞാൽ 87 ആണ് ഓവറോൾ റേറ്റിംഗ്. അതും ആ 3 കാർഡ് മാതിരി. ഹെഡിങ് 80, ഡിഫൻസീവ് അവയർനെസ് 84, ടാക്ലിംഗ് 83,
ആൻഡ് ഡിഫൻസീവ് എൻഗേജ്മെന്റ് 85 ആൻഡ് ജമ്പിങ് 82 ആൻഡ് സ്റ്റാമിന 81. ഇത്രേ ഉള്ളൂ. ആൻഡ് വീക്ക് ഫുഡ് യൂസേജ് റെഗുലർലി, വീക്ക് ഫുഡ് ആക്യുറസി ഹൈ. ഇങ്ങനെ വേണം ഗൈസ് പൊളികാർഡ്. ഇത് കാണുന്നതിന് മനസ്സിലാവും പൊളികാർഡ്. ആൻഡ് ഫോം അൺവേവറിങ് ആൻഡ് ഇഞ്ചറി റെസിസ്റ്റൻസ് ലോ. അവരെ നമുക്ക് തരുന്ന ബൂസ്റ്റർ ഷട്ട് ഡൗൺ ആൻഡ് പ്ലെയർ സ്കിൽ വെയിറ്റ് പാസ്, പിൻ പോയിന്റ് ക്രോസിംഗ്, മാൻ മാർക്കിംഗ്, ഇന്റർസെപ്ഷൻ, ബ്ലോക്കർ, സ്ലൈഡിംഗ് ടാക്കിൾ. അപ്പം എല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും മാൾഡീനെയും ഒരു ഡിഫെൻസീവ് പ്ലെയർ ആയിട്ടാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുക ഇതിൽ ഏത് പ്ലെയറാണ് ബെസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ പറയും, അതായത് ഒരു റാങ്കിങ്, ഒരു ടോപ്പ് 3 റാങ്കിങ് ഉണ്ടാക്കിയാൽ ഞാൻ പറയും ടോപ്പ് 3 എന്തായാലും ലിയൻ തുറാമാണ്. ടോപ്പ് 2 1 എനിക്ക് ഒരു കൺഫ്യൂഷൻ. കാരണം ക്ലറൻസ് സീഫോർഡും പൗലോ മാൾഡീനും പോലെയാണ്. നിങ്ങളുടെ പൊസിഷൻ അനുസരിച്ചിരിക്കും. പക്ഷെ ഞാൻ ഇപ്പോൾ പറയുന്നത് ഡിഫൻസ്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് വേണ്ടത് ഒരു ഡിഫൻഡറാണ്. അപ്പോൾ ഞാൻ പൗലോ മാൾഡീനെ 1 ആൻഡ് സെക്കൻഡ് ക്ലറൻസ് സീഫോർഡും ആണ് കൊടുക്കുക. പക്ഷെ ക്ലറൻസ് സീഫോർഡിനെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഭാഗ്യമാണ് ഗൈസ്. കാരണം അടിപൊളി പ്ലെയറാണ്. ആൻഡ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ്. നാളെ അല്ല, ഇനി എപ്പോഴെങ്കിലും ഒരു വീഡിയോ നമ്മൾ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യുക. ആൻഡ് ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ഗായ്സ്.